UAE ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസികൾക്കായി ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് നോർക്ക കെയർ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രവാസികളെ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗം അബുദാബിയിൽ ആരംഭിച്ചു. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയാണ്. പരമാവധി പ്രവാസികളെ പദ്ധതിയുടെ ഭാഗമാക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ നോർക്ക മേഖലാ യോഗങ്ങൾ വിളിക്കുന്നത്. ലോക കേരള സഭ അംഗങ്ങൾ, വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ എന്നിവരും നോർക്ക ചുമതലക്കാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. അബുദാബി ബീച്ച് റഡാന ഹോട്ടലിൽ നടന്ന അബുദാബി അൽ ഐൻ മേഖലാ യോഗത്തിൽ പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്നു. നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി. ശ്രീ രാമകൃഷ്ണൻ നോർക്ക കെയർ ലോഗോ പുറത്തിറക്കി. പദ്ധതിയെക്കുറിച്ച് നോർക്ക റൂട്ട്സ് CEO അജിത് കൊളശ്ശേരി വിശദീകരിച്ചു. നോർക്ക റൂട്ട്സ് പ്രവർത്തനങ്ങളെക്കുറിച്ച് സെക്രട്ടറി ഹരികിഷോറും വിശദീകരിച്ചു. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം സെപ്റ്റംബർ 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോഴിക്കോട് നിന്നും ജിദ്ദയിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ആകാശ എയർ സർവീസ് നടത്തുമെന്ന് കോഴിക്കോട് MPയും കോൺഗ്രസ് നേതാവുമായ MK രാഘവൻ. ഒക്ടോബർ 1 മുതൽ കോഴിക്കോട് മുംബൈ സർവീസ് ആരംഭിക്കുമെന്നും അധികം താമസിയാതെ തന്നെ കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കുമെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റംസ് 12 കോടി രൂപ പിഴ ചുമത്തി. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചതായും വിവരാവകാശ രേഖ തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് മുൻ കോൺസുലർ ജനറൽ, അഡ്മിൻ അറ്റാഷെ, എക്സ്ചാർജ് ഡി അഫയേഴ്സ് എന്നിവർക്ക് 6 കോടി രൂപ വീതമാണ് പിഴ ചുമത്തിയത്. എത്ര തുക അവർ അടച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ അധ്യയന വർഷം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ട് റാസൽ ഖൈമ പോലീസ് പ്രത്യേക സുരക്ഷാ പദ്ധതികൾക്ക് തുടക്കമിട്ടു. അപകടരഹിത ദിനം എന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ദേശീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ സംരംഭം. സ്കൂൾ തുറക്കുന്ന ദിവസത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുകയോ അപകടങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യാത്ത ഡ്രൈവർമാർക്ക് 4 ബ്ലാക്ക് പോയിന്റുകൾ കുറച്ച് നൽകുമെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും തിരക്കേറിയ സമയങ്ങളിൽ സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ നടപടി. വിദ്യാർത്ഥികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ചെത്തിക്കുന്നതിനും രക്ഷിതാക്കൾക്ക് സുരക്ഷ നൽകുന്നതിനും സമഗ്രമായ ഫീൽഡ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും റാസൽ ഖൈമ പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അഹമ്മദ് അൽ സാം അൽ നഖ്ബി പറഞ്ഞു. സുഹൈൽ നക്ഷത്രം ബഹ്റൈനിൽ നാളെ ഉദിക്കുമെങ്കിലും ചൂടിന് പെട്ടെന്ന് കുറവുണ്ടാകില്ലെന്ന് ബഹ്റൈൻ ജ്യോതിശാസ്ത്രജ്ഞനായ മുഹമ്മദ് അസ്ഫൂർ അറിയിച്ചു. താപനിലയിലെ മാറ്റത്തിന്റെ സൂചന നൽകുന്ന ഒരു പരമ്പരാഗത അടയാളം മാത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ഉദയം. സെപ്റ്റംബർ 22-നാണ് യഥാർത്ഥത്തിൽ ശരത്കാലം ആരംഭിക്കുന്നത്. എങ്കിലും ബഹ്റൈന്റെ തീരദേശ ഭൂമിശാസ്ത്രം കാരണം ഒക്ടോബർ വരെ ചൂട് ക്രമേണ തുടരും. ശരത്കാലത്ത് താപനില നേരിയ തോതിൽ കുറഞ്ഞാലും ഉയർന്ന ഈർപ്പം കാരണം ചൂട് അനുഭവപ്പെടുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഈ വാരാന്ത്യത്തിൽ ഉയർന്ന താപനിലയും ഈർപ്പവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം സൂചിപ്പിക്കുന്നത്. താപനില 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൂടാതെ ഈർപ്പം 85% വരെ എത്താനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ഷാർജയിലെ യാത്രക്കാർക്ക് ആശ്വാസവാർത്തയുമായി ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദിവസങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം യാത്രാ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന എമിറേറ്റ്സ് റോഡിന്റെ നവീകരണം പൂർത്തിയായി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച മുതൽ റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും RTA വ്യക്തമാക്കി. ദുബൈ, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ് എമിറേറ്റ്സ് റോഡ്. ഈ റോഡിന്റെ 14 കിലോമീറ്റർ ഭാഗമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവീകരിച്ചത്. ലേസർ ഡിറ്റക്ഷൻ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 3 മാസത്തോളം നീണ്ട ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്.
വിദേശ തൊഴിലാളികൾക്കും സ്വദേശി തൊഴിലാളികൾക്കും ഒരുപോലെ ഒരു പുതിയ സന്നദ്ധ പെൻഷൻ സേവിങ്സ് പ്രോഗ്രാം പ്രഖ്യാപിക്കാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ ആർട്ടിക്കിൾ കൺസൾട്ടേഷൻ റിപ്പോർട്ട് പ്രകാരം സൗദി അറേബ്യ വിദേശികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്കായി ഏറെ ശ്രദ്ധേയമായ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായും അൽ ഇഖ്തിസാദിയ പത്രം റിപ്പോർട്ട് ചെയ്തു. ഗാർഹിക സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ വിദേശത്തുള്ള തൊഴിലാളികളുടെ സൗദിക്ക് പുറത്തേക്കുള്ള പണമൊഴുക്ക് തടയാൻ ഇത് സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിനായി പബ്ലിക് പെൻഷൻ സേവിങ്സ് പ്രോഗ്രാം ഉടൻ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.